ഇന്ന് നല്ല അടിപൊളി ഒരു മീൻ മുളകിട്ടതിന്റെ റെസിപ്പി കണ്ടാലോ? നല്ല ഈസി ആയി അതുപോലെ തന്നെ നല്ല ടേസ്റ്റി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റിയിട്ടുള്ള ഒരു മീൻകറി റെസിപ്പിയാണ് ഈ കാണിക്കുന്നത്. അതിന് വേണ്ടിയിട്ട് ഇന്ന് നമുക്ക് നല്ല സൂതമീൻ കിട്ടിയിട്ടുണ്ടായിരുന്നു. പല നാട്ടിൽ ഇതിന് പല പേരും പറയൂട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഉള്ള വെജിറ്റബിൾസ് നോക്കിയാലോ? ചെറിയുള്ളിയും വെളുത്തുള്ളിയും കുറച്ച് കറിവേപ്പിലയും ഒരു 2-3 മുളകുമാണ് ഞാൻ എടുത്തിട്ടുള്ളത്. പിന്നെ അതുപോലെ ഒരു മീഡിയം സൈസ് തക്കാളി അരച്ചെടുത്തതാണിത്. നല്ല മൺചട്ടി വെച്ചിട്ട് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. വെളിച്ചെണ്ണ ചൂടായി വരുമ്പോൾ പെരിഞ്ചീരകവും ഉലുവയും കൂടി ഇട്ട് കൊടുക്കാം. അത് രണ്ടൊന്ന് പൊട്ടി വരുമ്പം ഗാർലിക് നമ്മൾ പേസ്റ്റ് ചെയ്ത് വെച്ചത് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. അതിൻ്റെ ആ ഒരു പച്ചമണമൊക്കെ മാറി വരുമ്പം നമുക്ക് ചെറിയുള്ളി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. അതിനൊപ്പം തന്നെ പച്ചമുളകും കൂടി ഇട്ട് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം. നല്ല ബ്രൗൺ കളർ ആവുമൊന്നും വേണ്ട, കുറച്ചൊന്ന് വാടിയാൽ മതി. ഇതിന്റെ പച്ച സ്മെല്ലൊക്കെ ഒന്ന് മാറി കഴിയുമ്പോൾ തന്നെ നമുക്ക് അടുത്ത പരിപാടികളൊക്കെ ചെയ്തു കൊടുക്കുക ഇതിലേക്കുള്ള. അപ്പൊ നമ്മള് ഇതൊന്ന് വാടി വന്നിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് മുളക് പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്, എരിവിനനുസരിച്ച് ഇട്ട് കൊടുക്കാം. പിന്നെ മഞ്ഞപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. കുറച്ച് മല്ലിപ്പൊടി മാത്രമേ കറിക്ക് ആവശ്യമുള്ളൂ, കുറച്ച് മല്ലിപ്പൊടി ഇട്ട് കൊടുക്കാം. ഈ പൊടികളുടെ എല്ലാം പച്ചമണം ഒന്ന് മാറി കിട്ടുന്ന വരെ നന്നായിട്ട് തന്നെ എണ്ണയിലിട്ട് ഒന്ന് മൂപ്പിച്ചെടുക്കാം. നമുക്ക് ഈ പൊടികളൊക്കെ പച്ചമണം പോയി കഴിഞ്ഞാൽ മാത്രം നമ്മൾ തക്കാളി അടിച്ച് വെച്ചിട്ടുണ്ടായിരുന്നത് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. തക്കാളി അടിച്ച് ചേർക്കുന്നത് എന്താ വെച്ചാൽ കറിക്ക് നല്ലൊരു കട്ടി കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഇത് ചൂടാറി കഴിയുമ്പോൾ കറിക്ക് നല്ലൊരു കട്ടി കിട്ടും. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ തക്കാളി ഇതിലേക്ക് അരച്ച് ചേർത്ത് കൊടുക്കുന്നത്. ആവശ്യത്തിനുള്ള ഉപ്പൊക്കെ ഈ സമയത്ത് തന്നെ നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. അങ്ങനെ തക്കാളിയൊക്കെ ഒന്ന് വെന്ത് വരുമ്പോൾ നമ്മൾ പുളി നന്നായിട്ട് ഒഴിച്ചു കൊടുക്കുക. എത്രയാണോ പുളി നിങ്ങൾക്ക് ആവശ്യമുള്ളത് അതിനനുസരിച്ച് പുളി ഒഴിച്ചു കൊടുക്കാം. പുളി ഒഴിച്ചതിന് ശേഷം ആവശ്യമായിട്ടുള്ള വെള്ളം അതിലേക്ക് ഒഴിച്ചു കൊടുക്കുക, ഉപ്പിട്ട് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് തിളക്കാൻ വേണ്ടിയിട്ട് മാറ്റി വെക്കാം. നന്നായിട്ട് തിള വന്നതിന് ശേഷം നമുക്ക് നമ്മുടെ മീൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. മീൻ ഇട്ടിട്ട് നന്നായിട്ട് അടച്ചു വെച്ച് വേവിക്കണം, കാരണം ഇത് അത്യാവശ്യം വേവുള്ള ഒരു മീനാണ്. അപ്പൊ നമുക്ക് നന്നായിട്ട് തന്നെ കറിവേപ്പിലയും കൂടി ഇട്ടിട്ട് അടച്ചു വെച്ച് നന്നായിട്ട് വേവിച്ചെടുക്കാം. കുറച്ച് നേരം കഴിഞ്ഞതിന് ശേഷം ഇതുപോലെ തുറന്നിട്ട് ഒന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കുക. എന്നിട്ട് വീണ്ടും അടച്ചു വെച്ചിട്ട് നന്നായിട്ട് തന്നെ വേവിച്ചെടുക്കാം. അപ്പം തന്നെ നമ്മുടെ മീൻകറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല ടേസ്റ്റി ആയിട്ടുള്ള മീൻകറിയാണ്. അതുപോലെ തന്നെ ഉണ്ടാക്കാൻ വേണ്ടി വളരെ എളുപ്പമാണ്. അപ്പം എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. അപ്പോൾ ഓക്കെ, ബൈ.